ഹുവാവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹുവാവി വാച്ച് GT6 പ്രോയും GT6ഉമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഡിസൈൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ GT6 പ്രോയിൽ എയറോസ്പേസ് ഗ്രേഡഡ് ടൈറ്റാനിയം അലോയ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സഫയർ ഗ്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഡിസ്പ്ലേ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. GT6ലാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടിൻ്റെയും പിറകിൽ നാനോ ക്രിസ്റ്റൽ സെറാമിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വയർലെസ് ചാർജിംഗ് ആണ് ഈ ഒരു രണ്ട് സ്മാർട്ട് വാച്ചിൽ നമുക്ക് സപ്പോർട്ട് ആയിട്ടുള്ളത്. ഇനി സ്ട്രാപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്ട്രാപ്പ് റിമൂവ് ചെയ്യാൻ സാധിക്കും. 22mm സ്ട്രാപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് പാർട്ടി സ്ട്രാപ്പോ അല്ലെങ്കിൽ ഹുവാവിയുടെ തന്നെ ഒറിജിനൽ സ്ട്രാപ്സും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 മെറ്റീരിയലാണ് സാധാരണ രീതിയിൽ ഇതിൽ സ്ട്രാപ്പ് വരുന്നത്. ഒന്ന് റബ്ബർ മെറ്റീരിയൽ, അതുപോലെ തന്നെ രണ്ടാമത്തത് റബ്ബർ വിത്ത് വൂവൺ മെറ്റീരിയൽ, മൂന്നാമത്തത് ടൈറ്റാനിയത്തിലും കൂടി ഈ ഒരു GT6 പ്രോയിൽ അവൈലബിൾ ആണെങ്കിൽ. ഇനി GT6ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റബ്ബർ സ്ട്രാപ്പിൽ അവൈലബിൾ ആണ്, റബ്ബർ സ്ട്രാപ്പ് വിത്ത് വൂവൺ അവൈലബിൾ ആണ്, ലെതർ സ്ട്രാപ്പിലും അവൈലബിൾ ആണ്. ഇനി മറ്റുള്ള വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യവും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. 1.47 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് രണ്ട് വാച്ചിൽ വരുന്നത്. 3000 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് ഏതൊരു സിറ്റുവേഷനിലും നട്ടുച്ചക്ക് പുറത്ത് പോയപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഡിസ്പ്ലേയെക്കാളും കുറച്ചും കൂടി ഹൈ ബ്രൈറ്റ് ആയിട്ടുള്ള സൂപ്പർബ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാച്ച് 6 സീരീസിന്റെ ഡിസ്പ്ലേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡിസൈൻ വൈസ് കാര്യമായിട്ടുള്ള വ്യത്യാസം കഴിഞ്ഞ വർഷത്തെ GT5 സീരീസുമായിട്ട് 6 സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈവൻ എസ്പെഷ്യലി ആ ഒരു മെനു ബട്ടന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ കീ ഒക്കെ ഏകദേശം സിമിലർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബാറ്ററി ലൈഫിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ GT5 സീരീസിൽ 14 ദിവസത്തെ ബാറ്ററി ലൈഫായിരുന്നു പ്രൊവൈഡ് ചെയ്തെങ്കിൽ ഇതിലിപ്പോൾ രണ്ടിലും 21 ദിവസത്തെ ബാറ്ററി പെർഫോമൻസ് ആണ് കമ്പനി പറയുന്നത്. നമ്മളൊരു നോർമൽ യൂസേജ് ആണെങ്കിൽ ഏകദേശം 21 ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ബാറ്ററി ലൈഫ് ഷുവർ ആയിട്ട് ലഭിക്കുന്നതാണ്. അതല്ല നമ്മൾ കുറച്ചും കൂടി റഫായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ് ടു 12 ഡേയ്സ് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ് ടു 7 ഡേയ്സ് വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തുകൊണ്ട് യൂസ് ചെയ്താൽ പോലും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രമുഖ ബ്രാൻഡിൻ്റെയും ബാറ്ററി ലൈഫിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഹുവാവി വാച്ച് GT6 സീരീസിൽ കാണാൻ സാധിക്കുക. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 100+ എക്സസൈസ് ആൻഡ് സ്പോർട്സ് മോഡ്സ് നമുക്ക് ഈ ഒരു വാച്ച് 6 സീരീസിലും കാണാൻ സാധിക്കും. അതിൽ 6 പ്രോയിൽ നമുക്ക് സ്പോർട്സിൽ ഗോൾഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി എക്സ്ട്രാ ഉണ്ടാകുന്നതാണ്. 6ൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നതല്ല. പക്ഷേ രണ്ടിലുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് സൈക്ലിംഗ് വെർച്വൽ പവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കാണാൻ സാധിക്കും. അതായത് ആ ഒരു വെർച്വൽ പവറിൻ്റെ മീറ്റേഴ്സോ കാര്യങ്ങളോ തേർഡ് പാർട്ടി നമുക്ക് യൂസ് ചെയ്യാതെ കൊണ്ട് തന്നെ നമ്മൾ സൈക്ലിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് നമ്മൾ ഈ ഒരു വാച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സൈക്ലിസ്റ്റ് പോകുന്ന റൂട്ടിലെ വിൻഡിൻ്റെ കാൽക്കുലേഷന് അതുപോലെ തന്നെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു സൈക്ലിസ്റ്റ് ആ ഒരു സൈക്ലിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു നമ്മുടെ എക്സസൈസ് പോസ് ആവുകയും വീണ്ടും ആ ഒരു സൈക്ലിസ്റ്റ് റണ്ണ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് എക്സസൈസും കാര്യങ്ങളുടെ എല്ലാം ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു കിഡിലനായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ GT6നെ അപേക്ഷിച്ചിട്ട് ഈ ഒരു GT6 പ്രോയിൽ എക്സ്ട്രാ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് GT6 പ്രോയിൽ ഈ കാണുന്ന താഴെയുള്ള ആ ഒരു ഫംഗ്ഷൻ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ECG നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും ഓൾമോസ്റ്റ് ആക്യുറേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ECG കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒട്ടനവധി എക്സസൈസ് മോഡ്സും അതുപോലെ തന്നെ ഫിറ്റ്നസ് മോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഹുവാവി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ആപ്പ് സ്റ്റോറിൽ ഡയറക്റ്റ്ലി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഹുവാവിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ആ ഒരു ഹുവാവി ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെൽത്ത് ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനും അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് സ്മാർട്ട് വാച്ചിലൊക്കെ താരതമ്യേന കണ്ടുവരുന്ന ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ലീപ്പ് മോണിറ്ററിങ്, സ്ട്രെസ് മോണിറ്ററിങ്, ഓൾ ഡേയ്സ് SpO2, അതുപോലെ തന്നെ അരിത്തിമിയ അനാലിസിസ്, പൾസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിലും കാണാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മുടെ കയ്യിൽ എപ്പോഴും കെട്ടി നടക്കുകയാണെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഹെൽത്ത് മെൻറ്റർ എന്നുള്ള രീതിയിൽ തന്നെ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കാണാൻ സാധിക്കും. ഈ ഒരു രണ്ട് വാച്ചിലും കണ്ടുവരുന്ന ഒരു ഓപ്ഷനാണ് ഫോൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് വീണ് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ പൾസിന് കാര്യമായിട്ടുള്ള വേരിയേഷൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാച്ചിൽ എമർജൻസി കോൺടാക്ട് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കലി കോൾ പോകുന്നതാണ്. ഇനി അതല്ല നമുക്ക് മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിയും
ഈ ഒരു പവർ ബട്ടൺ 5 ടൈം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമർജൻസി കോൺടാക്റ്റിലേക്ക് കോൾ പോകുന്നതാണ്. അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള കംപ്ലീറ്റ് കോൺടാക്റ്റ് നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും. നമുക്ക് വാട്സപ്പിൽ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കതിന് റീപ്ലേസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇമോജീസ് ആണെങ്കിലും നമ്പർ ആണെങ്കിലൊക്കെ നമുക്ക് അതിലൂടെ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിലവിൽ ഇപ്പോൾ ഐഫോണിൽ അങ്ങനെ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻസ് വരുത്തോ അല്ലെങ്കിൽ ഐഫോണിൽ നമുക്ക് കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് റീപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഇനി മറ്റ് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ 6 ആണ് വരുന്നത്. രണ്ടിലും GPS സപ്പോർട്ടാണ്, രണ്ടിലും NFC സപ്പോർട്ടാണ്. ടാപ്പ് ആൻഡ് പേ എന്നുള്ള രീതിയിൽ നമുക്കിതിൽ വാലറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിലവിൽ ഇപ്പോൾ ഖത്തറിൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ അല്ല. UAE പക്ഷേ അത്തരത്തിൽ ടാപ്പ് ആൻഡ് പേ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു GT5 അല്ലെങ്കിൽ GT6 സീരീസ് യൂസ് ചെയ്യുന്നവരാണ്, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവുന്നതാണ്. IP69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് വാച്ചാണ് ഇത് രണ്ടും. അതുപോലെ തന്നെ 5 ATM ആണ് വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ GT6 Pro ആണുള്ളതെങ്കിൽ അപ് ടു 40 മീറ്റേഴ്സ് വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് അണ്ടർ വാട്ടർ സ്വിമ്മിങ് അല്ലെങ്കിൽ ഡീപ്പായിട്ട് നിങ്ങൾ ഡൈവ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു വാച്ച് ധൈര്യമായിട്ട് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. Huawei GT6ന് 799 ഖത്തറിയാലും GT6 Proക്ക് 1199 ഖത്തറിയാലും GT6 Pro ടൈറ്റാനിയം സ്ട്രാപ്പോട് കൂടി വരുന്നതിന് 1799 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ലിമിറ്റഡ് പീരീഡിലേക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങുന്ന സമയത്ത് ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് കാണുന്ന ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ്, 5-8 വർഷമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഹുവാവിയുടെ GT സീരീസ് സ്മാർട്ട് വാച്ചുകളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസിന് നമുക്ക് വേർത്ത് എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യം പറയാലോ, നമ്മൾ അത്രയും പ്രൈസ് സ്പെൻഡ് ചെയ്തിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കൊണ്ടുപോയി ചാർജിലിടുക, രാവിലെ എടുക്കുമ്പോൾ എടുക്കുക, പിറ്റേന്ന് രാത്രി കൊണ്ടുപോയിട്ട് ചാർജിലിടുക. ഇമാതിരി പണിക്ക് എനിക്ക് ഇഷ്ടമില്ല. കാരണം അപ് ടു 14 ഡേയ്സ് വരെയാണ് ഇതുവരെ നമുക്ക് ബാറ്ററി ലൈഫ് ലഭിച്ചിരുന്നെങ്കിൽ 6 സീരീസിലാണെങ്കിൽ അപ് ടു 21 ഡേയ്സ് എന്ന് പറയുന്ന ഹ്യൂജ് ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കിഡിലിനായിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാച്ചിൽ ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസിനെയും ഹെൽത്തിനെയും സീരിയസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചെറിയ പ്രൈസിന് അൺബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ച് വാങ്ങുന്നതിന് പകരം കുറച്ചും കൂടി പ്രൈസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കിഡിലനായിട്ടുള്ള ബ്രാൻഡഡ് സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത്തരത്തിലുള്ള സൂപ്പർബായിട്ടുള്ള ഒരു വാച്ചാണ് തേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാച്ചുകൾ തന്നെയാണ് ഈ ഒരു Huawei വാച്ച് GT6ഉം ഈ ഒരു Huawei വാച്ച് GT6 Proയും. എന്താണോ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിനെ കുറിച്ചുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയനെ, ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.